നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷക റൂമിലേക്ക് എത്തുകയാണ്. താരസംഘടനായ അമ്മയുടെ കുടുംബസംഗമം കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു അത് അരങ്ങേറിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പ്രേക്ഷക റൂമിലേക്ക് എത്തുന്നത്. മലയാള സിനിമ സംഘടന ഇന്നുവരെ കാണാത്ത അപ്പുറത്തേക്കുള്ള ഒരു കുടുംബസംഗമമായിരുന്നു. സംഘടന രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടുള്ള കുടുംബസംഗമം. ആ കുടുംബസംഗമത്തിന് നേതൃത്വം നൽകിയ നിലവിലെ താൽക്കാലിക കമ്മിറ്റിക്ക് ആദ്യം ഒരു ബിഗ് സല്യൂട്ട്. 2-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി റിഹേഴ്സൽ ക്യാമ്പിന് തുടക്കമായി. പഴയ തലമുറയെ നമ്മളെന്നും ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസൻ ചേട്ടനും പുതുതലമുറയിലെ നമിതാ ബൈജുവും ചേർന്ന് ഭദ്രദൈവം തെളിയിച്ച് തുടക്കമായി. പിന്നീട് റിഹേഴ്സൽ ക്യാമ്പിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒഴുകിയെത്തുകയായിരുന്നു. കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചായിരുന്നു റിഹേഴ്സൽ. 2 ദിവസം നീണ്ടുനിന്ന റിഹേഴ്സൽ ക്യാമ്പ്. പ്രിയപ്പെട്ട നാദിർ ഷായ്ക്കായാണ് അതിൻ്റെ ഡയറക്ഷൻ. നാദിർ ഷായുടെ ഡയറക്ഷനുള്ള ആ റിഹേഴ്സൽ ക്യാമ്പ് ഗംഭീരമായി തുടർന്നു. മൂന്നാം തീയതി രാത്രി സ്റ്റേജിന്റെ പണികൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. പിന്നീട് രാത്രി സ്റ്റേജിൽ റിഹേഴ്സൽ. നാദിർ ഷായുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് നടന്നത്. എല്ലാ പ്രോഗ്രാമും റിഹേഴ്സൽ ചെയ്ത് അവിടെ കൃത്യമായി ഓരോ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ലൈറ്റുകളെല്ലാം കൃത്യമായി സ്പോട്ട് ചെയ്തുകൊണ്ട് റിഹേഴ്സൽ ക്യാമ്പ് പൂർത്തിയാക്കി. പിന്നീട് 4-ാം തീയതി പൂരത്തിന് തുടക്കമാകുകയാണ്. 4-ാം തീയതി രാവിലെ തന്നെ 8 മണിയോടുകൂടി സജീവമാവുന്നു രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ആദ്യം ആർട്ടിസ്റ്റുകൾ കുടുംബസമേതം എത്തുന്നു. രജിസ്ട്രേഷൻ കൗണ്ടറിൽ വന്ന് രജിസ്റ്റർ ചെയ്താണ് പോകുന്നത്. അവിടെ അടവ് കമ്മിറ്റിയുടെ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്തിനും തയ്യാറായി സജ്ജമായി അവിടെ നിൽക്കുകയാണ്. ഓരോ ആർട്ടിസ്റ്റുകളും വന്ന് രജിസ്റ്റർ ചെയ്ത് പോകുന്നു. ഏറ്റവും ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടനാണ് അവിടെ എത്തുന്നത്. സുരേഷ് ചേട്ടൻ പിന്നീട് എൻട്രി ആവുന്നു. പിന്നീട് താര രാജാക്കന്മാർ ഓരോന്നായി എൻട്രി ആവുന്നു. മോഹൻലാൽ, അതിന് തൊട്ടു പിന്നാലെ മമ്മൂട്ടി. ഇതിനിടയിലെല്ലാം പല താരങ്ങളും ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ലൈവായിട്ട് കണ്ടതാണ്. 1-2 ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലും താരസംഘടന അമ്മയുടെ യൂട്യൂബ് ചാനലും പ്രഷർ ലൈവായി കാണുക തന്നെ ഉണ്ടായി. പിന്നീട് ഓരോ താരങ്ങളും അവരവരെ നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. ഓരോ ഡ്യൂട്ടിയുള്ള ആളുകൾ, ഈ അടവ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയുള്ള ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് ഇവരെ സ്വീകരിക്കുന്നു. പിന്നീടാണ് താരസംഘടന അമ്മയ്ക്കുള്ള സ്പോൺസർമാരെ ഹൃദയത്തോടു കൂടി തന്നെ ചേർത്ത് പിടിച്ച് അമ്മയുടെ ഭാരവാഹികൾ സ്വീകരിച്ചിരുത്തി. ഇതിനുശേഷം ഭദ്രദൈവം തെളിയിക്കാൻ ഒരുങ്ങിയാണ്. താരസംഘടന അമ്മയുടെ തുടക്കം കൃത്യമായി ഒരു മീറ്റിങ്ങോടുകൂടി തന്നെ തുടങ്ങണമെന്ന് തീരുമാനമുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് തുടക്കമായി. ശ്രീനിവാസൻ ചേട്ടനും സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂക്കായും അങ്ങനെ നിരവധി ആളുകൾ ചേർന്ന് തിരിതെളിയിച്ചതോടുകൂടി കുടുംബസംഗമത്തിന് തുടക്കമായി. നിലവിലെ കമ്മിറ്റിയിലെ ജയൻ ചേർത്തല ആദ്യ പ്രസംഗം നടത്തി. കൃത്യമായി അക്കമിട്ട് കാര്യങ്ങൾ നിരത്തി. നമ്മളൊക്കെ അമ്മ എന്ന് പറയുന്നത് നമ്മളെ പെറ്റ അമ്മയെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം അമ്മ എന്ന് വാതുറന്ന് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയും നമ്മൾ വിളിച്ചിട്ടുള്ള ഒരൊറ്റ ആളുടെ മുഖത്ത് നോക്കിയിട്ടാണ്. അത് ഈ അമ്മ അംഗങ്ങളുടെ മുമ്പിൽ നോക്കിയിട്ടാണ്. പിന്നീട് ഓരോ ആളുകൾ പ്രസംഗിക്കുമ്പോഴും ആവേശമാക്കി, കുടുംബങ്ങളെ ആവേശത്തിലാക്കി സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് 2 കൈയും നീട്ടി അമ്മ കുടുംബ അംഗങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത്, എം കുത്ത്, എം കുത്ത്, എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. പിന്നീട് മോഹൻലാലും മമ്മൂക്കായും ഉൾപ്പെടെ പ്രസംഗിച്ചു. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള സമയമാണ്. അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വളരെ ശക്തമായിട്ട് ഈ സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. അതിലുപരി എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഇതിൻ്റെ പുറകിലുണ്ടാകണം. നമ്മുടെ ഒരു വലിയ സംഘടനയാണ്. ഒരുപാട് ആൾക്കൂട്ടമുണ്ട്. വലിയ ഒരു മഹാസംഭവം നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് തിരക്കും ബഹളവും നമ്മുടെ ആൾക്കാരും കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത് കാണുന്ന ഒരു സന്തോഷമാണ്. ഇത് അമ്മയുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ശ്രീചേട്ടൻ കൗണ്ടറുകൾ അടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗം കാഴ്ചവെച്ചത്.
മറ്റ് താരങ്ങളും MLA ഉൾപ്പെടെയുള്ള മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർ പ്രസംഗത്തിൽ വേദിയായി. അതിനുശേഷമായിരുന്നു ആവേശകരമായ സ്പോർട്സ് ഇനത്തിലേക്ക്. ഒന്നുമല്ല, ഫുട്ബോൾ ആയിരുന്നു ആദ്യമേ. ഫുട്ബോൾ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു. ലൈവ് പോയപ്പോൾ വലിയ രീതിയിലാണ് ആളുകൾ ആ ഫുട്ബോൾ മാച്ച് കണ്ടത്. നല്ല രീതിയിലുള്ള കമന്ററി ആയിരുന്നു. വലിയ രീതിയിലുള്ള മത്സരം. ആദ്യം മത്സരത്തിൽ ഇറങ്ങിയത് മമ്മൂക്കായുടെ ടീമും സുരേഷ് ഗോപി ചേട്ടന്റെ ടീമുമായിരുന്നു. ആ മത്സരത്തിൽ പരാജയപ്പെട്ട മമ്മൂക്ക ടീമും ലാലേട്ട ടീമുമായിട്ട് വീണ്ടും മത്സരം. അതിൽ പരാജയപ്പെട്ടവർ പുറത്താകുന്നു. പിന്നീട് ഫൈനലിൽ മോഹൻലാലിന്റെ ടീമും സുരേഷ് ഗോപിയുടെ ടീമുമായി വാശിയേറിയ മത്സരം അരങ്ങേറി. ഇതിനുശേഷമായിരുന്നു വടംവലി. വടംവലി വളരെ രസകരമായിരുന്നു. വടംവലി മത്സരത്തിൽ ഇതേപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഈ 3 പേരുടെ പേരിലുള്ള ടീമുകളായിരുന്നു വടംവലിക്ക് ഇറങ്ങിയത്. അതും ആവേശമായിരുന്നു. അതിനുശേഷമായിരുന്നു ക്രിക്കറ്റ് മത്സരം. ഇങ്ങനെ എല്ലാ മത്സരങ്ങളും വലിയ രീതിയിൽ മത്സരങ്ങൾ കണ്ട് ആവേശത്തിലായിരുന്നു പ്രേക്ഷകരും അതോടൊപ്പം തന്നെ അമ്മ കുടുംബാംഗങ്ങളും. വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട ഒരു കുടുംബ സംഘമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനുശേഷമായിരുന്നു അജ്മി സ്പോൺസർ ചെയ്ത കുക്കറി ഷോ. ആ കുക്കറി ഷോയ്ക്ക് നിരവധി താരങ്ങളാണ് പങ്കെടുത്തത്. കുക്കറി ഷോയ്ക്ക് പിന്നാലെ നടന്നത് മഹാറാണി സ്പോൺസർ ചെയ്ത ഫാഷൻ ഷോ ആയിരുന്നു. അതിലും ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത് വലിയ രീതിയിലുള്ള കയ്യടിയോടുകൂടിയാണ് ആളുകളെ സ്വീകരിച്ചത്. ഇതിനുശേഷമായിരുന്നു നാദിർ ഷാ ഡയറക്ട് ചെയ്യുന്ന മെഗാ ഷോ അരങ്ങേറിയത്. പാട്ടും ഡാൻസും സ്കിറ്റുമായി ഗംഭീരമായ ഒരു പ്രോഗ്രാമായാണ് മാറിയത്. അത് ഞങ്ങൾ ലൈവ് നൽകിയിട്ടില്ല. അത് ജനുവരി 26-ാം തീയതിയാണ് പുറത്തുവിടുന്നത്. ഞങ്ങളുടെ ചാനലായ 1-2 ടോക്സിലും അമ്മയുടെ യൂട്യൂബ് ചാനലും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇത് ഓരോ ഇടങ്ങളിൽ നിന്നും വീക്ഷിച്ചുകൊണ്ടിരുന്നു. രാത്രി മോഹൻലാലും മമ്മൂട്ടിയും മുൻ സ്റ്റേജിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഈ കലാപ്രകടനം വീക്ഷിച്ചത്. സുരേഷ് ഗോപി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമുണ്ട്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചായിരുന്നു അദ്ദേഹം വന്ന്. അദ്ദേഹം ഇടയ്ക്ക് അവിടെ നിന്ന് പോയെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോണിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എടുത്തു പറയാം, മലയാള സിനിമയുടെ താരസംഘടന അമ്മയുടെ ഇവന്റുകളിൽ ഏറ്റവും ഗംഭീര ഇവന്റ് എന്ന് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം താരസംഘടനയുമായി അമ്മയുമായി പല പരിപാടിയുമായി ഞങ്ങൾ സഹകരിക്കുന്നുണ്ട ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഒരു ഇവന്റ് എല്ലാവർക്കും വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഈ കമ്മിറ്റി തന്നെ അങ്ങ് തുടർന്നാൽ പോലെ എന്നൊരു ചോദ്യം അവിടെ ഉയർത്തിച്ചു. എന്തായാലും അതിനുവേണ്ടി നേതൃത്വം നൽകിയ ഞാൻ നേരത്തെ പറഞ്ഞ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള ടീം, ഞാൻ ബാക്കിയുള്ളവരുടെ പേരുകൾ എടുത്തു പറയുമ്പോൾ ആരെങ്കിലും വിട്ടുപോയാൽ അവർക്ക് ബുദ്ധിമുട്ടാകും. ബാബുരാജിന്റെ പേരെടുത്ത് പറയാം. അവരെല്ലാവരും ബാബുരാജിനെ അംഗീകരിച്ചുകൊണ്ട് ബാബുരാജിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പോയത്. പുതിയ തലമുറയിലെ സ്ത്രീകൾ വലിയ രീതിയിലായിരുന്നു ഈ കമ്മിറ്റിയോടൊപ്പം നിന്ന്. ഓരോ ദിവസങ്ങളും എത്രയോ ദിവസത്തെ കഷ്ടപ്പാടുകളായിരുന്നു അവരുടെ നിന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതിൻ്റെ ഒരു വിജയം കൃത്യമായി തന്നെ താരസംഘടനയിലെ ഓരോ കുടുംബങ്ങൾക്കും അഭിമാനിക്കാവുന്ന നിലയിലായിരുന്നു. കൈ നിറയെ സമ്മാനം കൊടുത്ത് മൈജി രംഗത്ത് വന്നു. അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്ത് പല ആളുകളും രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം ഇവർക്ക് സന്തോഷം പകർന്നു. എന്തായാലും ഈ താരസംഘടന അമ്മയുടെ ഈ കുടുംബ സംഗമം കൃത്യമായി തന്നെ തങ്ക ലിപികളാൽ എഴുതി വയ്ക്കാൻ കഴിയുന്നതാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും ഈ പ്രോഗ്രാമിൽ 1-2 ടോക്സ് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയതിന് അമ്മയ്ക്ക് വലിയൊരു നന്ദി നൽകുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത ഞങ്ങളുടെ ക്രൂ ഉണ്ട്. 50ഓളം ക്യാമറകൾ ഇട്ടായിരുന്നു ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. പ്രൊഫഷണൽ രീതിക്ക് തന്നെയായിരുന്നു അത് പ്രേക്ഷക മുമ്പിലേക്ക് എത്തിച്ചത്. അതിന് എനിക്ക് ഊർജം നൽകിയ എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകർ ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ അമ്മ ഇത്തരമൊരു അവസരത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് അമ്മയ്ക്കും ഒരുപാട് നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു. എന്തായാലും ഗംഭീര പരിപാടി. ഈ പരിപാടി ഫുള്ള് ഇനി ഞങ്ങൾ വീണ്ടും കാണിക്കുന്നത് 26-ാം തീയതിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഫുട്ബോളും കട്ട് വീഡിയോകളും ഷോർട്ട് വീഡിയോകളൊക്കെ ഞങ്ങൾ പുറത്തു വിടുന്നത്. പക്ഷേ ഇവന്റ് ഇതുവരെ ആരും കണ്ടില്ല. മെഗാ ഷോ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആ ഷോ 26-ാം തീയതി നിങ്ങളുടെ സ്വീകരണ റൂമിലേക്ക്, നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക്, മൊബൈലിലെ വിരൽത്തുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഒത്തിരി നന്ദി, സന്തോഷം.